എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോംബോ ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ സൽക്കാരങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കാൻ പറ്റിയ രണ്ട് സൂപ്പർ റെസിപ്പീസ് ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് 125 ml ഇളം ചൂടുള്ള പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് ചൂടുണ്ടാകാൻ പാടില്ല. ഇളം ചൂടുള്ള പാല് 125 ml, അതായത് അര കപ്പ് അളവിൽ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് 4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 7-8 മിനിറ്റോളം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ആ ഒരു ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി വരാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ആ ഒരു ഈസ്റ്റ് നന്നായിട്ട് ഇവിടെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഈസ്റ്റ് പൊങ്ങി വരണം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് 3 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് അളവിൽ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പെഷ്യലായിട്ട് വേണ്ട ഒരു ചേരുവയാണ് ഇതുപോലെ അര കപ്പ് അളവിൽ പാൽപ്പൊടി. അര കപ്പ് അളവിൽ പാൽപ്പൊടി, അതായത് 125 ml കപ്പിൽ അര കപ്പ് അളവിൽ പാൽപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളാണ് കേട്ടോ. അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചേരുവകളൊന്നും നമ്മൾ ഒഴിവാക്കരുത് കേട്ടോ. ഈ ഒരു ചേരുവകളെല്ലാം ചേർത്ത് തന്നെ വേണം നമ്മളിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം കറക്റ്റ് ഒരു മാവിൻ്റെ പരുവം കിട്ടണമെങ്കിൽ ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കണം. പാലല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു തിളപ്പിച്ചാറിയ പാല് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ചേർത്ത് കുഴച്ചെടുത്തതിന് ശേഷം ഞാനൊരു കറക്റ്റ് അളവ് പറയാം കേട്ടോ, എനിക്ക് എത്രത്തോളം ഈ ഒരു മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പാൽ ആവശ്യം വന്നെന്ന്. ഇതുപോലെ കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വീണ്ടും കൈ കഴിയതിന് ശേഷം കുറച്ച് ഓയിൽ ഇതുപോലെ ആക്കിയിട്ട് നമ്മളൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മാവ് ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആക്കി വേണം നമ്മളിത് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടി ഉണ്ടാകാൻ പാടില്ല, എന്നാൽ ഓവർ സോഫ്റ്റ് ആയി പോവുകയും ചെയ്യരുത്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു മാവ് ഇവിടെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് അര കപ്പും ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ എടുക്കുന്ന ഒരു പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ പാലിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞെന്നൊക്കെ ഇരിക്കും. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി മാവ് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ നന്നായിട്ട് അടച്ചു വെച്ച് കൊടുത്ത് ഈ ഒരു മാവ് നല്ല ഡബിളായി പൊങ്ങി വരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഈ ഒരു മാവ് നല്ല ഡബിളായിട്ട് പൊങ്ങി വരും. ഇനി അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചധികം സമയം കൂടുതൽ എടുത്തെന്ന് വരിക കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ കറക്റ്റ് 1 മണിക്കൂർ ആയപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു മാവ് നല്ല ഡബിളായിട്ട് ഇവിടെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു മാവ് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഒരു 4ആയിട്ട് ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. 4ആയി കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ ഉരുളയാക്കി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു കോഴിമുട്ടയാണ്. ഒരു മുട്ട പൊട്ടിച്ച് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഊറ്റിയതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് അടിച്ചിട്ടെടുക്കുക. അപ്പോൾ നല്ല പോലെ തന്നെ മുട്ട അടിച്ചിട്ടതിന് ശേഷം ആ ഒരു മുട്ട നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മാവ് ഇതുപോലെ എടുത്തിട്ട് ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ കുറച്ച് മാത്രം പൊടി നമ്മൾ ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മാവ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മാത്രം പൊടി ഒന്ന് തൂക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കനം കുറഞ്ഞിട്ടല്ല കേട്ടോ പരത്തേണ്ടത്. അത്യാവശ്യം ചെറിയൊരു കട്ടിക്ക് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കട്ടിക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു മാവ് പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം ഇനി ഒരു റൗണ്ട് ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ളൊരു അടപ്പ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന മാവ് വീണ്ടും നമ്മൾ ഇതുപോലെ പരത്തിയിട്ട് റൗണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ എല്ലാ ഒരു മാവും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ റൗണ്ടാക്കിയിട്ട് ഇതുപോലെ നമ്മൾ റൗണ്ടാക്കി കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മുട്ടയൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടില്ലേ, ആ ഒരു മുട്ട ഇതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങല്ല, ഇതുപോലെ നമ്മൾ കുറച്ചെടുത്തിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ എല്ലാത്തിൻ്റെയും മുകളിലും ഇതുപോലെ നമ്മൾ മുട്ടയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ചൊരു കറുത്ത എള്ളും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എല്ലാത്തിലും ആ ഒരു കറുത്ത എള്ളും സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഇതിലൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് കൈവച്ചിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളത്തിലല്ല, പതിയെ നമ്മളൊന്ന് പ്രസ് ചെയ്തൊന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഓയിൽ ചൂടായിട്ട് എടുക്കുകയാണ്. ഒരുപാട് ഓവർ ചൂടായിട്ടല്ല, ഒരു മീഡിയം ചൂടായിട്ട് കിടക്കുന്ന ഇതുപോലെ ഈ ഒരു ഓയിലിലേക്ക് നമുക്ക് ഇതോരോന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് കഴിയുമ്പോഴത്തേക്കും തന്നെ ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരും കേട്ടോ. ഇതുപോലെ നന്നായി പൊങ്ങി വന്നാൽ പിന്നെ നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നമ്മൾ തീയങ്ങ് കൂട്ടി വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇതുപോലെ നമ്മളിത് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് എടുത്താലും ഇത് ഒരുപാട് ഓയിലൊന്നും കുടിക്കുന്ന ഒരു ഐറ്റം അല്ല കേട്ടോ. കാരണം ഇതൊരു ബ്രെഡ് ഐറ്റം പോലുള്ളതായതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിലൊന്നും ഇത് വലിച്ചെടുക്കില്ല. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഇത് കണ്ടില്ല ഈ ഒരു കളറായി വരുമ്പോഴത്തേക്കും നമുക്കിത് ഓയിലിനകത്തുനിന്ന് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലേ, ഇതുപോലെ എല്ലാം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ഖമീർ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. നമ്മൾ സാധാരണ ബട്ടൂരിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതിനെക്കാട്ടിലും ഇരട്ടി ടേസ്റ്റ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 500 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഈ ഒരു ചിക്കനിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 15 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് 2 സൈഡ് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ പാനിൽ നിന്ന് നമുക്കൊന്ന് കോരിയെടുത്തേക്കാം. അപ്പോൾ ഈ ചിക്കൻ ഇവിടെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇത് 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ തിരി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആ ഒരു സവാള ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. വഴറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇത് കണ്ടില്ല നന്നായിട്ടൊന്നൊരു ഫ്രൈ പരുവത്തിനായി വരണം കേട്ടോ ഒരു സവാള. ആ ഒരു രീതിക്ക് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവാള ഇത് കണ്ടില്ല ഈ ഒരു പരുവത്തിന് നമുക്കൊന്ന് വഴണ്ടി വന്നാൽ ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവയൊന്ന് മാറി വരുന്ന സമയത്ത് ഇത് 2 ചെറിയ തക്കാളി നന്നായിട്ട് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിരിക്കുന്നതാണ്. ആ ഒരു തക്കാളി അരച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഈ ഒരു തക്കാളി നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ആ ഒരു തക്കാളിയുടെ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ആ ഒരു പച്ചച്ചൊവ പൂർണ്ണമായി മാറിക്കിട്ടണം കേട്ടോ. ഒരു തക്കാളിയുടെ ഒരു വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി ഇത് കണ്ടില്ല ഓയിൽ ഇതുപോലത്തെ തെളിഞ്ഞു വരണം. ആ ഒരു പരുവത്തിന് തക്കാളിയുടെ ഒരു പച്ചച്ചൊവ പൂർണ്ണമായി മാറി വരുന്ന സമയത്താണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണിത്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി പൊടികളുടെ ആ ഒരു പച്ച ചുവയൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ കഷ്ണങ്ങളാണ്. ചിക്കനും കൂടി ചേർത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഒരു 3-4 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 300 ml ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ തീയൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് നിന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. 10 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല ഒരു മസാലയൊക്കെ ഒരു ചിക്കനിൽ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. നന്നായിട്ട് ആ ഒരു ഫ്രഷ് ക്രീമും ചേർത്ത് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ എല്ലാവരും കറക്റ്റ് ഒരു അളവാണ്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഇതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക.
ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്രൈഡ് കമീർ ബ്രെഡിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നല്ലൊരു സൂപ്പർ കോംബോ ആണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലും ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും നമ്മളിത് ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു ബ്രെഡ് വെറുതെ കഴിക്കാനാണെങ്കിലും അത്രയും ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.